മഴ തോരും മുൻപേൽ നാളെ ഒരു നിർണായകമായ എപ്പിസോഡാണ്. അതായത് വൈജയുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു എപ്പിസോഡ്. അതാണ് എന്താണെന്ന് അറിയുന്നതിന് മുൻപ് ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക. അലീന രോഹിത്തിനെ മുറിയിലോട്ട് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ രോഹിത് ചോദിക്കും, എന്തിനാണ് ചേച്ചി എന്നെ വിളിച്ചത്, എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? അപ്പോൾ അലീന അവനോട് പറയും, നിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം, കോളേജിൽ പോണ കാര്യം പറയാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. കോളേജുകാർ സമ്മതിച്ചിട്ടില്ല ഇതുവരെ നിന്നെ തിരിച്ചെടുക്കുന്ന കാര്യം. പക്ഷേ അതിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം തീരുമാനമാക്കണം. അതിനു മുൻപ് നിൻ്റെ അഭിപ്രായം പറയാനാണ് നിന്നെ വിളിച്ചത് എന്ന് പറയുകയാണ്. അലീനയും രോഹിത്തും അങ്ങനെ സംസാരിക്കുകയാണ്. ഇനി ശിവൻ, അതായത് വൈജയുടെ ബ്രദറായ ശിവൻ ബാലചന്ദ്രനെ കാണാൻ വരികയാണ്. അപ്പോൾ ബാലചന്ദ്രനോട് പറയുന്നത്, ഹരിയുടെ കാര്യം ഇപ്പോഴും ഒരു തീരുമാനവുമായിട്ടില്ല. ഹരി ഇപ്പോഴും പ്രശ്നത്തിൽ തന്നെയാണ്. ആ പെൺകുട്ടി ശരണ്യ എന്തെങ്കിലും മൊഴി മാറ്റി പറയുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലേ ഹരി രക്ഷപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ ഹരി ആകെ കുടുങ്ങും. എന്തെങ്കിലും ബാലചന്ദ്രന് ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുമോ? ഒന്നുകിൽ അലീനയെ കൊണ്ട് ശരണ്യയോട് സംസാരിപ്പിച്ച് അവനെ ഒഴിവാക്കിക്കാനോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കങ്ങൾക്ക് ബാലചന്ദ്രന് പറ്റുമോ എന്നറിയാനാണ് ഞാൻ വന്നത് എന്ന് ശിവൻ പറയും. അപ്പോൾ ബാലചന്ദ്രൻ തുറന്ന് തന്നെ മറുപടി പറയും. കാരണം ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ വീട്ടിലുള്ള ഒരാൾക്ക് പോലും ഈ ഒരു കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. കാരണം രോഹിത്ത് ഇതൊന്നും ഒന്നും ചെയ്തില്ല എന്നല്ല, രോഹിത്ത് അവളെ ഉപദ്രവിക്കാത്തത് കൊണ്ട് മാത്രമാണ് അവൾ മൊഴി കറക്റ്റായിട്ട് പറഞ്ഞത്. അതില്ലായിരുന്നെങ്കിൽ അവനും രക്ഷപ്പെടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ശിവേട്ടൻ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു സഹായം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. ശിവൻ അവിടെ നിന്ന് നിരാശയായിട്ട് മടങ്ങിപ്പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ബാലചന്ദ്രൻ റൂമിലിരുന്ന് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീന അങ്ങോട്ട് വരും. അലീന അങ്ങോട്ട് വന്നിട്ട് ആദ്യം കുറച്ച് നേരം സന്തോഷത്തിൽ അച്ഛനോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് അച്ഛനോട് പറയും, അച്ഛാ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇന്നലെ രാത്രി എൻ്റെ റൂമിലോട്ട് മാഡം വന്നിരുന്നു. മാഡം എന്നോട് കുറച്ച് കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. അതിലൊന്നാമത്തെ കാര്യം, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്നാണ്. മാഡം അതിനെനിക്ക് പൈസയൊക്കെ ഓഫർ ചെയ്തു. അപ്പോൾ ഞാൻ മാഡത്തിനൊരു വാക്ക് കൊടുത്തു. ഇപ്പോൾ ഞാൻ വയ്യാണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ, എൻ്റെ അസുഖം മാറിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ കൂടി ചെയ്തു തീർത്ത് 2 ആഴ്ചക്കകം ഞാൻ ഈ വീട്ടിൽ നിന്ന് പൊക്കോളാം എന്ന് ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ് അലീനയുടെ അടുത്ത്, എൻ്റെ സമ്മതമില്ലാണ്ട് നീ ഇവിടെ നിന്ന് പോവുമോ? അപ്പോൾ അലീന പറയും, അച്ഛൻ്റെ സമ്മതത്തിൻ്റെ കാര്യമല്ല, നിങ്ങളുടെയൊക്കെ സമാധാനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു തീരുമാനമെടുക്കണം. അതായത് ഈ പ്രശ്നം എന്നത്തേക്കുമായി അവസാനിപ്പിക്കണമെങ്കിൽ നമ്മൾ മറച്ചു വെച്ച ആ രഹസ്യം ഇനി അമ്മ അറിയണം. അപ്പോൾ ബാലചന്ദ്രൻ പറയും, നീ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ, ഇവിടെ നിന്ന് നീ ഇറങ്ങുന്ന ആ നിമിഷം തന്നെ ഞാൻ ഈ രഹസ്യം വൈജയോട് പറയും. പിന്നെ അതിനുശേഷം ഞാൻ വൈജയുടെ ഭർത്താവായിട്ട് ഇരിക്കുകയുമില്ല. പക്ഷേ അതാണ് എൻ്റെ തീരുമാനം. അപ്പോൾ അലീന പറയുന്ന മറുപടി ഇതാണ്, നമ്മൾ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഈ പ്രശ്നത്തിന് ഒരു അവസാനം ഉണ്ടാവുകയില്ല. സത്യം മാത്രം അറിഞ്ഞാൽ മാത്രമേ മാഡം ഈ പ്രശ്നങ്ങൾക്കൊരവസാനം ഉണ്ടാവുകയുള്ളൂ. ചിലപ്പോൾ ബാലചന്ദ്രനെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ട് ഡിവോഴ്സ് വാങ്ങുകയോ അല്ലെങ്കിൽ ആത്മഹത്യ വരെ ചെയ്തേക്കാവുന്ന അവസ്ഥയിലോട്ട് വൈജ ചിലപ്പോൾ പോകും. അത്രയുമാണ് നാളത്തെ കഥ. കൂടുതൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷന് നിങ്ങൾ നാളെ വരെ കാത്തിരിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.